എന്നിട്ട് തങ്ങൾ പറഞ്ഞു കിബർ എന്ന് പറഞ്ഞല്ല, അതാണ് നിങ്ങൾ പറഞ്ഞത്. ബത്തറുല്ലാക്കി, സത്യത്തെ തിരസ്കരിക്കുക. വഹംതുന്നാസി, ജനങ്ങളെ നിസാരമായി കാണാം, ചെറുതായി കാണാം. സത്യത്തെ തിരസ്കരിക്കുക, ആളുകളൊക്കെ ചെറുതായി കാണാം. ഓനോട് ആർക്കൊന്നും പറയാൻ പാടില്ല. ഇന്ന ഉപദേശിക്കപ്പോൾ ഓ ആരാവിടെ എന്നുള്ള, ഞാനല്ല ഇവിടെ വലിയ ആള്, ഞങ്ങൾക്ക് മൂല്യന്മാർക്കാണ് കൂടുതലും ഉണ്ടാകുക കേട്ടോ. ഞങ്ങൾ തെറ്റുകൾ ഉണർത്തി തരികയാണെങ്കിലേ അർസനെ ഞാൻ ഇവിടുത്തെ ഖത്തീബല്ലേ, ഇപ്പം എന്നോട് പറയാൻ ആരാന്നുള്ളത് ഞങ്ങൾക്ക് വേണ്ടാവും. ആലിമീങ്ങളോട് ഏകാരം, കച്ചവടക്കാർക്ക് കച്ചവടക്കാരോട് ഏകാരം. അപ്പോൾ ഒരു അപകടം ഇതാണ്, എൽമിനോട് വരിക പറഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറാണ്. ഒരു ആലിമ് നല്ല ക്ലാസ് നല്ല ഉഷാറ് ആയി വരുമ്പം മറ്റൊരു ആലിമിനെ കണ്ണുകടിയാണെങ്കിൽ ഓൻ ദീനുമക്കാണ് അവൻ്റെ അത് വരുന്നത്, ദുനിയാവുമക്കല്ല. കച്ചവടക്കാരനോടാണ്. ഇത് ദീനിങ്ങനെ ഒരുത്തനെ കൊണ്ട് ഉഷാറായി വരുമ്പോൾ മറ്റേ മൂല്യർക്ക് പറ്റണില്ല എന്നാണെങ്കിൽ ഭയങ്കര ഡേഞ്ചറാണ്. പക്ഷെ മൂല്യന്മാർക്ക് ഉണ്ടാവില്ല. നിങ്ങളാ പറഞ്ഞത് ശരിയല്ല. കാരണം എന്താണെന്നറിയോ, അസൂയനെ പറ്റി റസൂലുള്ളാഹി പറഞ്ഞത് എങ്ങനെയാണ്, പ്രകടമാക്കലേ തെറ്റുള്ളൂ. അസൂയ എങ്ങനെ വരുമ്പോൾ പഠിച്ചോനെ ഞാൻ ഇപ്പോൾ ചിന്തിക്കേണ്ട അസൂയാണല്ലോ പുറത്തരണെന്ന് പറഞ്ഞാൽ പിന്നെ അത് അസൂയല്ല, അത് പ്രകടിപ്പിക്കുക. അവനെ കുറ്റം പറയാം, അവനെ കുറ്റം പറഞ്ഞ് കേൾക്കുക. ഒരു മൂലയിൽ നല്ല ഉഷാറായിടുന്നു അവനെ കുറ്റം പറഞ്ഞ് നടക്കുക, അതാണ് പ്രകടിപ്പിക്കൽ. നേരെ മറിച്ച് അസൂയോട് വന്നു ഉണ്ടാവുമല്ലോ, ഇല്ലെങ്കിൽ നിങ്ങളൊക്കെ മലക്കള കൂട്ടത്തിലാണെങ്കിൽ മനുഷ്യന്മാരാണെങ്കിൽ ഉണ്ടാവും. പക്ഷെ അപ്പോൾ തിരിച്ചറിവുണ്ടാവും മനുഷ്യന്, ആലിമീങ്ങൾക്ക്. പഠിച്ചോനെ എപ്പോൾ ഞാൻ ചിന്തിച്ച ഒരു അസൂയൻ്റെ ചിന്തയാണല്ലോ പുറത്തിറങ്ങി കേട്ടോ, പിന്നെ അതില്ല, അതൊരു പ്രശ്നമില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ മൂലയുടെ അസൂയ ഉണ്ടാവില്ല, നിങ്ങൾക്ക് നിങ്ങളെ അയലോക്കത്തുള്ളവരും എളാപൂത്ത മക്കളുള്ള ഇതൊക്കെ ഇമാമികൾ പറയുന്നതാണ്. അതുകൊണ്ട് വരിക ആ വരുമ്പോൾ നിങ്ങളിങ്ങനെ ചിന്തിച്ചാൽ മതി, പഠിച്ചോനെ ഇപ്പം ഞാൻ ഈ പറഞ്ഞത് അല്ലെങ്കിൽ ഞാൻ ഈ ചിന്തിച്ച ഒരു അസൂയാണല്ലോ എന്ന് തിരിച്ചറിവ് ഉണ്ടായാൽ മതി. അങ്ങോട്ട് റസൂലുള്ളാഹി പറയാം. അങ്ങോട്ട് കുറ്റം പറയുമ്പോഴാണ് അസൂയ പ്രകടമാക്കല്. ഓൻ്റെ പൈസ ഓടെ അറബികളെ പറ്റിച്ച് വന്നത് അങ്ങനെയൊക്കെ പറയല്. നല്ല നേരെ പണിക്കാണ് ഇങ്ങനെ കാര്യമൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറയും. ഇതൊക്കെ അസൂയക്കാർ പറയുന്നതാണ്. കുറേയൊക്കെ കാര്യം ഉണ്ടാവുമല്ലോ, എന്നാലും ബനാ കാര്യം ഉദ്ദേശിച്ചില്ല, ബൻ്റെ അസൂയ പറയാണ്. അതിന് നേരെ മറിച്ച് പറയാം, ഓനെ പറ്റി നല്ലത് പറയാം. കാര്യം എന്തായാലും ഓന് കായിലുണ്ട്, ഇവിടെ നാട്ടിൽ കൊണ്ടുണ്ട്, കുടുംബത്തിന് കൊണ്ടുണ്ട്. 4 പറച്ചിലുങ്ങൾ അങ്ങനെ ഓനെ പറ്റി പറഞ്ഞു നോക്കി, നിങ്ങൾക്ക് മനസ്സിൽ വന്ന അസൂയ അള്ളാഹ് മാറ്റി തന്നിട്ടുണ്ടാവും. എഴുതി വെച്ചോളി. നിങ്ങൾക്ക് ആരോടെങ്കിലും അസൂയ ഉണ്ടായിട്ട് സഹിക്കാൻ കഴിയണില്ലെങ്കിൽ അതിന് മുക്തി ലഭിക്കണം എന്നുണ്ടെങ്കിൽ ഓൻ്റെ നന്മയുടെ നാളോട് പറഞ്ഞോളി, ആളെ മാറി തരും. നിങ്ങൾക്ക് ആർക്കൊരു അസൂയ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൊരു തകരാറുണ്ട് എന്നുള്ളതാണ് ഞാൻ പറയാം. കാരണം നിങ്ങൾ അങ്ങോട്ട് പോകേണ്ട ആളുകളാണ്. മനുഷ്യ സഹജമായിട്ട് ഇതൊക്കെ വേണം, ഉണ്ടാവും, അത് നിയന്ത്രിക്കണം. അതാണ് നമുക്ക് ചെയ്യാനുള്ള ജിഹാദ്. ഇവിടെ പടച്ച റബ്ബ് കഴിയാത്ത കാര്യമൊന്നും നമ്മളോട് പറയില്ല. പടച്ച റബ്ബാണ് നമുക്ക് ഈ ദുസ്വഭാവങ്ങളൊക്കെ നമ്മൾ നിക്ഷേപിച്ചത്. എന്നിട്ട് നമ്മളത് നിയന്ത്രിക്കണ്ടോ നോക്കണം. ഇങ്ങനെയൊക്കെ നിയന്ത്രിക്കാൻ കഴിയുള്ളൂ. അല്ലാതെ കഴിയുകയാണെങ്കിൽ വലിയ മുറബ്യ വല്ല ഷെയ്ഖന്മാരെ കെട്ടിയാലും മനുഷ്യൻ്റെ ഈ മനുഷ്യപ്രകൃതമൊക്കെ മാറ്റണേ. ആദ്യം മുറബ്യ ഷെയ്ഖന്മാരൊക്കെ പണ്ടുണ്ടായി എന്ന് പറയുന്നുണ്ട്. ഇപ്പം ഉണ്ടോ എന്നൊക്കെ പറയാൻ പറ്റില്ലോ. പറഞ്ഞാൽ ഒരിക്കലും ഷെയ്ഖ് ഉണ്ടെന്നാണ് മിണ്ടാൻ നിൽക്കണ്ട. ചിലപ്പോൾ നല്ല കുണ്ടിലേക്കാരും പോയി ചാടാം.